الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, മറ്റു സഹോദരന്മാരെ, സഹോദാക്കളെ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും സാധാരണ കേൾക്കുന്ന ഒരായത്താണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ലോകർക്ക് കാരുണ്യമല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായി നാം മനസ്സിലാക്കിയിട്ടില്ല എന്നതൊരു സത്യമാണ്. ലോകത്തുള്ള സകല വിഭാഗത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരുണ്യം തന്നെയാണ്. നവയുഗത്തിൽ കാരുണ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തിയേറി വരികയാണ്. കാരണം സ്വന്തം മാതാപിതാക്കളെ പോലും കരുണയില്ലാതെ വീടിന്റെ പടി ഇറക്കിവിടുന്ന, പൊന്നുമക്കളെ സ്വന്തം പിതാക്കൾ പേടിപ്പിക്കുന്ന രംഗങ്ങൾ കൂടി വരികയാണ്. എന്നാൽ ഇതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പിൻപറ്റലാണ് പരിഹാരമുള്ളത്. തന്റെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം സേവനം ചെയ്ത മഹാനാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തിനാണ് ചെയ്തതെന്നോ, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ ചോദിച്ചിട്ടില്ല. എന്തൊരു വ്യാജകമാണിത്! നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയോട് തന്നെ നാം ഏത് രൂപത്തിലാണ് പെരുമാറാറുള്ളത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10 വർഷത്തോളം സേവനം ചെയ്ത മഹാനാണ്. പുതിയ കാലത്ത് സന്താനങ്ങൾ ഉണരുന്നതിന് മുമ്പ് ജോലിക്ക് പോയി അവർ ഉറങ്ങിയതിനു ശേഷം തിരിച്ചു വരുന്ന പുതിയ കാലപിതാക്കൾക്ക് അവരോട് കരുണ കാണിക്കൽ പോയിട്ട് അവരെ ഉണർന്ന് കാണാൻ പോലും സമയമില്ല. ഇതിനെല്ലാം ഞാൻ മാതൃകയാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ലോക നേതാവായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് ഇടപഴകാനും ഭാര്യമാരോട് കുശലം പറയാനും തുടങ്ങിയവർക്കൊക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്നും സമയമേ ഇല്ല. ഇതിനെല്ലാം നാം മാതൃകയാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു പറയുന്നതായി കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക. എന്നെ പിന്തുടർന്നാൽ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും. അതുകൊണ്ട് നാം കുടുംബത്തോടും മറ്റുള്ളവരോടുമുള്ള കരുണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.